ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫ്ലവർ പോട്ട് മേക്കിംഗ് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ ഐറ്റം എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് മൈദയാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. ഞാനിവിടെ പച്ചവെള്ളത്തിലാണ് മിക്സാക്കി എടുക്കുന്നത്. നല്ലോണം ഒന്ന് കുഴച്ചിട്ടെടുക്കാം. അത്യാവശ്യം കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആയാലും നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഒരു 5 മിനിറ്റ് ഒന്നും കൂടി നല്ലതുപോലെ കൈകൊണ്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു പരുവത്തിലായിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇതിലേക്ക് ഞാൻ ചിക്കൻ്റെ ഫില്ലിങ്സാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനായിട്ട് ഞാൻ നേരത്തെ തന്നെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണിത്. ഇത് നമുക്ക് പൊരിച്ചിട്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ചെറിയ ക്യാബേജും ഒരു ക്യാപ്സിക്കും ഒരു മീഡിയം സൈസ് ക്യാരറ്റും ഒരു ചെറിയ സവോളയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ നമുക്ക് ആഡ് ആക്കാം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച്. ഇവിടെ വലിയ ക്യാപ്സിക്കം ആയതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ പകുതി മാത്രമാണ് എടുക്കുന്നുള്ളൂ. പകുതി മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. ഇനി നമുക്ക് അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി മാറ്റാം. വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കണം. അപ്പോൾ എല്ലാ വെജിറ്റബിൾസും ഇവിടെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കനൊന്ന് പിച്ചി ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് ഒന്ന് പിച്ചി ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ നമ്മളിവിടെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിഞ്ഞു വെച്ചിട്ടുള്ള വെജിറ്റബിളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഒരു ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇവിടെ കുട്ടികൾക്കൊക്കെ എരിവായത് കാരണം ഞാൻ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾ ചേർക്കുമ്പോൾ ചില്ലി ഫ്ലേക്സ് മറക്കാതെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് മയോണൈസാണ് ആവശ്യമായിട്ടുള്ളത്. ഞാനിവിടെ ഒരു 6-7 സ്പൂൺ മയോണൈസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മയോണൈസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കെച്ചപ്പാണ് ആവശ്യം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ കെച്ചപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് മതിയാകും. എന്നിട്ട് ഈ മിക്സിങ്ങൊക്കെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. വെജിറ്റബിൾസും ചിക്കനും ഒക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് എല്ലായിടത്തും മസാല എത്തുന്ന വിധം ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന നമ്മളുടെ മാവ് എന്തായെന്ന് നോക്കാം. എടുത്ത് നോക്കിയപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറിയ ബോൾസാക്കി എടുത്ത് ഒന്ന് അമർത്തി മാറ്റി വെക്കാം. നമ്മൾ പൂരിക്കൊക്കെ എടുക്കുന്ന അതേ ഒരു പാകത്തിൽ ബോൾസാക്കിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ മാവെല്ലാം ഇതുപോലെ കുഞ്ഞു ബോൾസാക്കി ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഏകദേശം ചെറിയൊരു പൂരി അല്ലെങ്കിൽ ചെറിയൊരു പപ്പടത്തിൻ്റെ അളവനുസരിച്ചിട്ടാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. അതുപോലെ പരത്തിയെടുത്തിട്ട് നമുക്കിത് ഏകദേശം ഈ ഒരു പരുവത്തിലാണ് നമുക്ക് പരത്തിയെടുക്കേണ്ടത്. എന്നിട്ടൊരു സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഓയിൽ തടവി കൊടുക്കണം. പെട്ടെന്ന് വിട്ടുപോരാനാണ് ഞാൻ ഈ ഓയിൽ തടവി കൊടുക്കുന്നത്. ആദ്യത്തേന് മാത്രം ഈ ഓയിൽ തടവി കൊടുത്താൽ മതി, പിന്നത്തേനൊന്നും ആവശ്യമില്ല.
എന്നിട്ട് നമുക്ക് അതിൻ്റെ മേലെ ഈ പരത്തി വെച്ചിരിക്കുന്ന പൂരി നമുക്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലാസ്സിലൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി, അത് ഒട്ടിക്കോളും. ഇതുപോലെ എല്ലാ സൈഡും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് അത് അടി കട്ടിയുള്ളൊരു പാത്രത്തിൽ എണ്ണ ചൂടാക്കിയിട്ട് ഈ ഗ്ലാസ്സിനെ മെല്ലെ അതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കണം. എന്നിട്ട് അത് ഒരുവിധം മുരിഞ്ഞു വന്നാൽ നമുക്കൊരു തവി ഉപയോഗിച്ചിട്ട് ഒന്ന് കമഴ്ത്തിയിട്ടും തിരിച്ചിട്ടും ഒക്കെ ഒന്ന് വേവിച്ചെടുക്കണം. ഇതുപോലെ തന്നെ ഒന്ന് തിരിച്ചു മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കും. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. ഞാനിവിടെ 2 ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്നായി കിട്ടും. അപ്പോൾ അടുത്തത് നമുക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതും തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് നമ്മളുടെ ഫ്ലവർ പോട്ടൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് കോരി മാറ്റാം. എണ്ണയൊക്കെ നല്ലോണം വറ്റിച്ച് കോരി മാറ്റിയെടുക്കാം. അപ്പോൾ എല്ലാ ഫ്ലവർ പോട്ടും നല്ല അടിപൊളിയായി തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ്സ് അതിലോട്ട് നിറച്ചു കൊടുക്കാം. എല്ലാത്തിലും അതിൻ്റെ ഫില്ലിങ്സ് നിറച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം. അപ്പോൾ ഞാനിത് എല്ലാത്തിലോട്ടും നല്ലതുപോലെ ഒന്ന് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാൻ മല്ലിയിലയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റൊക്കെ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മല്ലിയില മാത്രം തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എല്ലാം ഒന്ന് ഗാർണിഷ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേലോട്ട് നമുക്ക് കുറച്ച് മയോണൈസ് ഒഴിച്ചിട്ട് കൊടുക്കാം. കുറച്ചായിട്ട് മയോണൈസ് നമുക്കൊരു ഭംഗിക്ക് വേണ്ടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ആക്കി നോക്കണം. മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. നെക്സ്റ്റ് ടൈം വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.